ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നുള്ള ഒരു 3000 കറണ്ട് അഫയേഴ്സിൻ്റെ പുസ്തകമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവരും ചെയ്തിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷൻ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും മെമ്മറിയിൽ എങ്ങനെയെങ്കിലും നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ട്രയൽ സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഓർഡറിൽ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കയറാം. മിസ് വേൾഡ് അമേരിക്ക ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജ ആരാണ്? ശ്രീ സായി ആണ്. എളുപ്പത്തിൽ നമുക്ക് ആലോചിക്കാമല്ലോ, കാരണം മിസ് വേൾഡ് അമേരിക്ക ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാലോ, ഈ മിസ് വേൾഡൊക്കെ ആണെങ്കിൽ ആവണമെങ്കിൽ നല്ലൊരു മുഖശ്രീയൊക്കെ വേണമല്ലോ. അപ്പോൾ ശ്രീ ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അമേരിക്കയാണെന്ന് പറയുമ്പോൾ സായിപ്പുമാരെ എന്നുള്ള രീതിയിൽ നമുക്ക് സായിയുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ശ്രീ സായി എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റും. അടുത്തതിലേക്ക് പോവാം. 2020 ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര. അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടെ പറയാം, എന്നിട്ട് നമുക്ക് രണ്ടും കൂടി കണക്ട് ചെയ്യാം. 2020 ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ എത്തിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 2020 ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര. അപ്പോൾ ഫോറിനേഴ്സൊക്കെ വരുന്നത് നമ്മുടെ മഹത്തായുള്ള രാഷ്ട്രത്തിലാണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. മഹാരാഷ്ട്രയാണ്. അതേസമയം ഏറ്റവും കൂടുതൽ ആഭ്യന്തര നമ്മുടെ ഇന്ത്യയിൽ തന്നെ സഞ്ചാരികൾ ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രവും അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് കയറാം. പ്രൊഫഷണൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗിൽ ഗോൾ അടിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബാലാദേവിയാണ് കേട്ടോ. അപ്പം പ്രൊഫഷണൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗിൽ ഗോൾ അടിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ബാലാദേവി. അപ്പോൾ ദേവിയുടെയൊക്കെ ഒരു കടാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ഗോൾ അടിക്കാൻ പറ്റിയത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ സ്പോർട്സ് ആർബിട്രേഷൻ സെൻറ്റർ 2021 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ സ്പോർട്സ് ആർബിട്രേഷൻ സെൻറ്റർ 2021 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്താണ്. അടുത്ത പോയിന്റ് നോക്കാം. 2021 ജയിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള രാജ്യം ഏതാ? ഇക്വഡോർ ആണ്. അപ്പോൾ ജയിലിലെ ഡോറൊന്നും ഇല്ലെങ്കിൽ അവിടെയൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ നമുക്കതൊന്ന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2021 ജയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇക്വഡോർ. അടുത്ത പോയിന്റ് നോക്കാം. അടൽ പ്രഗതി പത്ത് എന്ന എക്സ്പ്രസ് വേ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശാണ് കേട്ടോ. അപ്പം അടൽ പ്രഗതി പത്ത് എന്ന എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ ഈ എക്സ്പ്രസ് വേ നമ്മുടെ ഇന്ത്യയുടെ മധ്യത്തേക്കൂടെ തന്നെയാണ് പോണേന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാമല്ലോ. അപ്പം ആൻസർ മധ്യപ്രദേശ് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ. 2021 രസതന്ത്ര നൊബേലിന് അർഹരായിട്ടുള്ളത് ബെഞ്ചമിൻ ലിസ്റ്റും അതുപോലെ തന്നെ ഡേവിഡ് മാക്മില്ലൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എങ്ങനെ ആലോചിക്കുന്നത്? രസതന്ത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെമിസ്ട്രി ആണല്ലേ. അപ്പോൾ കെമിസ്ട്രി ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ കെമിസ്ട്രി ലാബിലൊക്കെ കയറിയിട്ട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു ബെഞ്ച് വേണ്ടി വരും അല്ലേ. അപ്പോൾ ബെഞ്ചമിൻ ലിസ്റ്റ് നമുക്ക് അവിടെ ആലോചിക്കാം. അതുപോലെ തന്നെ ഈ ബെഞ്ചൊക്കെ താങ്ങി പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലത്തെ അത്യാവശ്യം കുറച്ച് സൈസുള്ള ആൾക്കാരെയൊക്കെയല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ മല്ലന്മാരെയാണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. മാക്മില്ലൻ ഓർക്കാലോ. അപ്പോൾ കെമിസ്ട്രി നൊബേലിന് അർഹരായിട്ടുള്ള ആരൊക്കെയാണ്? ബെഞ്ചമിൻ ലിസ്റ്റും അതുപോലെ തന്നെ ഡേവിഡ് മാക്മില്ലൻ. 2021 രസതന്ത്ര നൊബേൽ നേടിയിട്ടുള്ള ബെഞ്ചമിൻ ലിസ്റ്റ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ജർമ്മനി. അപ്പോൾ മെനി ബെഞ്ചൊക്കെ നമ്മൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിലോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത് നോക്കാം. റോഡ് അപകടത്തിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് എത്ര രൂപ പാരിതോഷികം നൽകുമെന്നാണ് ഈയിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്? 5000 രൂപയാണെന്നുള്ളത് ആലോചിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രഭാത് പട്നായക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ, ഈ വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ചിട്ടുള്ള സമിതിയുടെ അധ്യക്ഷനാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ പ്രഭാതത്തിലിരുന്ന് പഠിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. പ്രഭാത് പട്നായക് കേട്ടോ. അടുത്തതിലേക്ക് കയറാം. ഓരോ പൗരൻ്റെയും സമ്പൂർണ്ണ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനായിട്ട് സവിശേഷ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാ? ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആണ് കേട്ടോ. അപ്പം ആരോഗ്യ വിവരങ്ങളൊക്കെയാണ്. അപ്പോൾ ആരോഗ്യം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആയുസ്സിന് നല്ലതാണ്. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ആയുസ് എന്ന് പറഞ്ഞ പോലെ ആയുഷ്മാൻ കേട്ടോ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. 2021 ഒക്ടോബർ 2 ലോകത്തെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പം ലഡാക്കിൽ നമ്മുടെ സിയാച്ചിൻ ഗ്ലേസിയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ തന്നെയാണ്
ഏറ്റവും ഉയരത്തിൽ നമ്മുടെ കൊടി അല്ലെങ്കിൽ നമ്മുടെ പതാകയൊക്കെ ഉയർത്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തു വയ്ക്കാം. അപ്പോൾ 2021 ഒക്ടോബർ 2 ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ്? ലഡാക്കിലാണെന്നുള്ളത് നമുക്ക് ഓർക്കാം. അതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. 2021 സെപ്റ്റംബറിൽ ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ. ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശാണ്. അടുത്തയിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബാലൺ ഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സിയാണ്. അപ്പോൾ 7 തവണയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എത്ര പ്രാവശ്യം ബാലൺ ഡിയോർ പുരസ്കാരം കിട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 5 തവണയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലയണൽ മെസ്സിക്ക് എത്ര പ്രാവശ്യമാണ് കിട്ടിയിട്ടുള്ളത്? 7 പ്രാവശ്യമാണ് കിട്ടിയിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 5 പ്രാവശ്യം. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ആരംഭിച്ച കമാൻഡോ വിഭാഗം ഏതാണ്? കോറസ് ആണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണേ. അപ്പോൾ ചെറിയ കണക്ഷൻ നമുക്ക് ആലോചിക്കാം. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ മൈക്കിലൊക്കെ ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസും കമാൻഡ്സും ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എക്കോ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊരു കോറസ് പോലെയാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാലോ. അപ്പോൾ റെയിൽവേയും കോറസുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ള കമാൻഡോ വിഭാഗം കോറസ് ആണ്. സ്മാഷ് 2000+ എന്ന ആൻറ്റി ഡ്രോൺ സംവിധാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇസ്രായേലാണ്. സ്മാഷ് 2000+ എന്ന ആൻറ്റി ഡ്രോൺ സംവിധാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏതാണ്? ഇസ്രായേൽ. അടുത്ത പോയിന്റിലേക്ക് കയറാം. 2021 ഒക്ടോബറിൽ വാർത്തകളിൽ ഇടം പിടിച്ച ലഖിംപൂർ മഖരി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ് കേട്ടോ. അപ്പോൾ ഉത്തരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ലക്കിയാണെന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ അല്ലേ. അപ്പോൾ ലഖിം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 2020 ഒളിമ്പിക് ഫുട്ബോൾ സ്വർണം നേടിയിട്ടുള്ള ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയിട്ടുള്ള കളിക്കാരൻ ആരാണ്? മാൽക്കം ആണ്. അപ്പം അദ്ദേഹത്തിന് മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു എന്നോ അങ്ങനെ നമുക്ക് മാൽ ഒക്കെ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം. മാൽക്കം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ബ്രസീലിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ. അടുത്ത് നോക്കാം. മിസസ് നായർ, പൊന്നമ്മ സൂപ്രണ്ട്, ജുബാ ചേട്ടൻ, കിട്ടുമാവൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? യേശുദാസൻ. ഏത് പ്രസിദ്ധീകരണത്തിലാണ് യേശുദാസൻ മിസസ് നായർ എന്ന കാർട്ടൂൺ വരച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വനിതയാണ്. അപ്പം മിസസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വനിത, സ്ത്രീ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പം മിസസ് നായർ വനിതയിലാണ് വരുന്നത് കേട്ടോ. പക്ഷെ ബാക്കിയുള്ളതെല്ലാം നോക്കിക്കോളൂ. ഏത് പ്രസിദ്ധീകരണത്തിലാണ് യേശുദാസൻ ജുബാ ചേട്ടൻ, പൊന്നമ്മ സൂപ്രണ്ട് എന്ന കാർട്ടൂണുകൾ വരച്ചിരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം മലയാള മനോരമ. അടുത്ത പോയിന്റ് നോക്കാം. പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കയ്ക്ക് അരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത പോയിന്റ്, കെ-ഫോൺ പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2021 ഫെബ്രുവരി 15. കെ-ഫോൺ കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കെ-ഫോൺ പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തതെന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2021 ഫെബ്രുവരി 15. അപ്പോൾ നമുക്ക് ഈ ഫെബ്രുവരി 15 എന്നൊക്കെ പറയുമ്പോൾ ഫെബ്രുവരി 14 ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വയ്ക്കാം. നമുക്കറിയാം വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. കെ-ഫോൺ പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്ത് 2021 ഫെബ്രുവരി 15. ഇന്ത്യ ഹാമർ മിസൈലുകൾ സ്വന്തമാക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ ഹാമർ മിസൈലുകൾ സ്വന്തമാക്കുന്നത് ഏത് രാജ്യത്തു നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസ് ആണ്. ഓക്കെ. അടുത്ത പോയിന്റിലേക്ക് കയറാം. 2021 ഒക്ടോബറിൽ ഒമാൻ തീരത്ത് വീശിയടിച്ചിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതാണ്? ഷഹീനാണ്. അതേപോലെ തന്നെ ഷഹീൻ ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഖത്തറാണ്. അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റുകളും കൂട്ടിച്ചേർത്തൊന്ന് പഠിക്കാം. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചോളൂ. അതായത് ഹീനമായിട്ടുള്ള ഒരു കത്ത് ഒരു മാനിന് കിട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഹീനമായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഷഹീൻ കിട്ടി, ഹീനമായിട്ടുള്ള കത്ത് ഖത്തർ കിട്ടി, ഒരു മാനിന് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഒമാനും കൂടെ കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 2 പോയിന്റ് ഒന്നുകൂടെ ഞാൻ പറയാം. 2021 ഒക്ടോബറിൽ ഒമാൻ തീരത്ത് വീശിയടിച്ചിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷഹീനാണ്. അപ്പോൾ അതിന് പേര് നൽകിയിട്ടുള്ള രാജ്യം, ഷഹീൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഖത്തറാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2021 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാക്കൾ ആരൊക്കെയാണ്? ക്ലാസ് ഹസിൽമാൻ, സക്കൂറോ മനാബെ, അതുപോലെ തന്നെ ജോർജിയോ പരീസിയാണ് കേട്ടോ. ഈ 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ്? ക്ലാസ് ഹസിൽമാൻ, സക്കൂറോ മനാബെ, അതേപോലെ തന്നെ ജോർജിയോ പരീസി. അപ്പോൾ നമുക്ക് ഈ 3 പേരുകൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം എന്നുള്ളത് നോക്കാം അല്ലേ. കാരണം ഭൗതിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഫിസിക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് കയറണം. കാരണം ക്ലാസ്സിൽ കയറിയാൽ നമുക്ക് കുറേ പഠിക്കാൻ പറ്റുള്ളൂ, കുറേ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പരീക്ഷയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിൽ കയറണം, കാരണം കുറേ പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് അപ്പോൾ നമുക്ക് പരീക്ഷ. അപ്പോൾ ആൾക്കാരുടെ പേരൊന്ന് ഓർത്ത് നോക്കിയേ. ക്ലാസ് ഹാസൻമാൻ, സക്കൂറോ, കുറേ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സക്കൂറോ മനാബെ, പരീക്ഷയ്ക്ക് ജോർജിയോ പരീസി. ആലോചിക്കാമല്ലോ. അടുത്ത് നോക്കാം. 2021 ഭൗതിക നൊബേൽ നേടിയിട്ടുള്ള ക്ലാസ് ഹസൻമാൻ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ജർമ്മനി. അടുത്ത് നോക്കാം. 2021 ഭൗതിക നൊബേൽ നേടിയിട്ടുള്ള സക്കൂറോ മനാബെ ഏത് രാജ്യത്താണ് ജനിച്ചത്? ജപ്പാനാണ് കേട്ടോ.
സക്കുറോ മനാബെയാണ് ജപ്പാൻ. ഇപ്പോൾ അമേരിക്കയിലെ പിൻസൺ സർവകലാശാലയിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. 2021 ഭൗതിക നൊബേൽ നേടിയിട്ടുള്ള ജോർജിയോ പരീസി ഏത് രാജ്യക്കാരനാണ്? ജോർജിയോ പരീസി ഇറ്റലിയാണ് കേട്ടോ, ഇറ്റലിയാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. പരീക്ഷയ്ക്കൊക്കെ പോണ സമയത്ത് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പോകണം എന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ പരീസി ഇറ്റലി എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ജോർജിയോ ചോറ്, ഇഡ്ഡലി, പരീക്ഷ എന്നൊക്കെ വേണമെങ്കിൽ വെറുതെ ഒന്ന് ആലോചിക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 2021 ഭൗതിക നൊബേലിന് ശാസ്ത്രജ്ഞരെ അർഹരാക്കിയിട്ടുള്ള ഗവേഷണ വിഷയം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാലാവസ്ഥ പോലെയുള്ള സങ്കീർണ പ്രതിഭാസങ്ങളുടെ പ്രവചന പഠനം സാധ്യമാക്കിയതിന്. ഓർത്തു വെച്ചേക്കുക, കാലാവസ്ഥ പോലെയുള്ള സങ്കീർണ പ്രതിഭാസങ്ങളുടെ പ്രവചന പഠനം സാധ്യമാക്കിയതിനാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭ ഏതാണ്? വടകരയാണ്. അപ്പം മാലിന്യമുക്തമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ വട നല്ല ക്ലീൻ ആയിരിക്കണം എന്നോ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2021 ചാവറ സംസ്കൃതി അവാർഡ് നേടിയിട്ടുള്ളത് MK സാനുവിനാണ് കേട്ടോ. 2021 ചാവറ സംസ്കൃതി അവാർഡ് നേടിയിട്ടുള്ള ആർക്കാണ്? MK സാനു. ലീഗൽ ഇനീഷ്യേറ്റീവ് ഫോർ ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റിലെ ലൈഫ് എന്ന് പറയും കേട്ടോ. ലൈഫിന്റെ ഫുൾ ഫോം ആണ് ഓർത്ത് വെച്ചേക്കുക. ലീഗൽ ഇനീഷ്യേറ്റീവ് ഫോർ ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റിന്റെ ആസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹി. അപ്പോൾ നമുക്കറിയാലോ ലൈഫാണ് അല്ലേ, ലൈഫിൻ്റെ ഫുൾ ഫോം അല്ലേ. അപ്പോൾ നമുക്ക് ന്യൂ ലൈഫ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ, ന്യൂഡൽഹിയും ലൈഫും. അടുത്ത പോയിന്റ് നോക്കാം. 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായിട്ടുള്ള അമേരിക്കക്കാർ ആരൊക്കെയാണ്? ഡേവിഡ് ജൂലിയസും അതേപോലെ തന്നെ ആഡം പടബോഷ്യൻ കേട്ടോ. ഈ രണ്ട് പേരുകൾ നമ്മൾ ഓർക്കണം. വൈദ്യശാസ്ത്രത്തിനാണ് കിട്ടിയിട്ടുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താ? മെഡിസിൻ ആണല്ലേ. അപ്പോൾ മെഡിസിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം എന്താ കയറി വരുന്നത്? ഡോക്ടേഴ്സിന് തന്നെയായിരിക്കും. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ജോലി അല്ലേ. അപ്പോൾ നമുക്ക് ജോലി ആലോചിക്കാമല്ലോ. അപ്പോൾ മെഡിസിൻ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രൊഫഷനാണ് നമ്മുടെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജോലി എന്നുള്ള രീതിയിൽ നമുക്ക് ജോലി കിട്ടും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പട ആൾക്കാർ തന്നെ ഉണ്ടാവും അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ടാവും ഡോക്ടേഴ്സിനെ കാണാൻ. അപ്പോൾ നമുക്ക് ആഡം പടബോഷൻ എന്നുള്ളതും ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായിട്ടുള്ള അമേരിക്കക്കാർ ആരൊക്കെയാണ്? ഡേവിഡ് ജൂലിയസും അതുപോലെ തന്നെ ആഡം പടബോഷ്യൻ. ഇതൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. എന്തുമായി ബന്ധപ്പെട്ട് കണ്ടുപിടുത്തത്തിനാണ് 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനിച്ചത്? ഏതിനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? താപവും സ്പർശനവും. അപ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ, നമ്മുടെ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് അതിനെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ നോക്കും. അപ്പോൾ നമുക്ക് താപമായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ പൾസ് നോക്കും, സ്പർശനം, അത് രണ്ടും ഓർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ താപം സ്പർശനം എന്നുള്ളതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത് നോക്കാം. 2021 ഒക്ടോബറിൽ JCB സാഹിത്യ പുരസ്കാരത്തിനുള്ള ചുരുക്ക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള മലയാള സാഹിത്യകാരന്മാർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ M മുകുന്ദനും VJ ജെയിംസും ആണ്. അപ്പോൾ JCB സാഹിത്യ പുരസ്കാരത്തിന് കിട്ടിയിട്ടുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള മലയാള സാഹിത്യകാരന്മാരാണ് ചോദിച്ചിട്ടുള്ളത് M മുകുന്ദനും VJ ജെയിംസും. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ JCB ഒക്കെ ഓടിച്ച് വന്നു കഴിയുമ്പോഴേക്കും JCB ഈ ചെളിയും സംഭവങ്ങളൊക്കെ അങ്ങനെ മാന്തി എടുക്കാനൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും മുഖത്ത് നിറച്ച് ജേംസ് ആവുമെന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ മുഖത്ത് മുകുന്ദൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം, M മുകുന്ദനും. അതുപോലെ തന്നെ ജേംസ് ആവുന്നുള്ള രീതിയിൽ നമുക്ക് ജെയിംസ് എന്നുള്ളതും കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. JCB സാഹിത്യ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ആന്റി ക്ലോക്ക് എന്ന നോവൽ ആരുടെ നോവലിന്റെ പരിഭാഷയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ VJ ജെയിംസ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ, VJ ജെയിംസ്. അടുത്തത് JCB സാഹിത്യ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള M മുകുന്ദന്റെ രചനയുടെ പരിഭാഷ ഏതാ? ഡൽഹി എ സോളിലോക്കി. അപ്പോൾ നമുക്കറിയാലോ M മുകുന്ദന്റെ ഡൽഹി കഥകൾ എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഡൽഹി എ സോളിലോക്കി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ്, കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ N ഊര് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി ഏതാണ്? N ഊര്. അടുത്ത് നോക്കാം. 2021 ഒക്ടോബറിൽ ലഹരി മരുന്ന് വിവാദത്തിൽപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? കോർഡീലിയ. അപ്പോൾ നമ്മളെല്ലാവരും വാർത്തകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഷാറുഖ് ഖാൻ്റെ മോനായിട്ടുള്ള ആര്യൻ ഖാനിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിവാദമായിരുന്നു നടന്നിരുന്നത്. അപ്പം അത് അവർക്കൊരു കോഡാലിയ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കോർഡീലിയ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. പിങ്ക് ബോൾ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്മൃതി മന്ദാനയാണ് കേട്ടോ. പിങ്ക് ബോൾ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാരാണ്? സ്മൃതി മന്ദാന. അപ്പം മന്ദമായിട്ടാണ് ഗോൾ അടിച്ച് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. ശ്രീനഗറിലെ ലഡാക്കുമായി ബന്ധപ്പെടുന്നതിന് 11,000 അടി ഉയരത്തിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏത് ചുരത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സോജില. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ 2 വർഷം മാസം 2,000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാതൃജ്യോതി അല്ലേ. അപ്പം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ 2 വർഷം മാസം 2,000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക.
രാജ്യത്തെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കടൽപ്പാലം നിലവിൽ വരുന്ന എവിടെയാണ്? സെവ്രി നവശേവ സീലിംഗ് കേട്ടോ, സെവ്രി നവശേവ സീലിംഗ്. അടുത്ത പോയിന്റ് നോക്കാം. യോഷിഹിഡെ സുഗയ്ക്ക് ശേഷം 2021 ഒക്ടോബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ളത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഫുമിയോ കിഷിഡയാണ്. അപ്പം 2021 ഒക്ടോബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രി ആരാണ്? ഫുമിയോ കിഷിഡ എന്നുള്ളത്. എങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്? ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാം. ജപ്പാൻ എന്നൊക്കെ പറയുമ്പോൾ പാന് നമുക്ക് ആലോചിക്കാമല്ലോ. ജപ്പാനകത്ത് പാൻ ഉണ്ട്. അപ്പോൾ പാനിൽ നിന്ന് ഫ്യൂംസ് ഒക്കെ വരും, പുകയൊക്കെ വരും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഫുമിയോ കിഷിഡ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ച് കൊടുക്കുന്ന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? മന്ദഹാസമാണ് കേട്ടോ. അപ്പോൾ കൃത്രിമ ദന്തങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ചിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം. പക്ഷേ ഇവിടെ ചിരിയും സ്മൈലും ഒന്നും അല്ല വന്നിട്ടുള്ളത്, മന്ദഹാസം എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. കാരണം ചിരിയും സ്മൈലും ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് തിരിഞ്ഞു പോരുത് കേട്ടോ, ഇത് മന്ദഹാസമാണ്. 2021 തീപിടുത്തത്തിൽ തകർന്ന റോമിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പാലം ഏതാണ്? ഇൻഡസ്ട്രി ബ്രിഡ്ജ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. 2021 തീപിടുത്തത്തിൽ തകർന്ന റോമിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പാലം ഏതാണ്? ഇൻഡസ്ട്രി ബ്രിഡ്ജ്. ബ്രഹ്മപുത്ര ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ്? ഗുവാഹത്തി. ഓർത്തു വയ്ക്കണം, ബ്രഹ്മപുത്ര ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ്? ഗുവാഹത്തി. 2021 തീപിടുത്തത്തിൽ തകർന്ന റോമിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പാലം ഇൻഡസ്ട്രി ബ്രിഡ്ജും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുവാഹത്തി എന്നുള്ളതും ഓർത്തു വയ്ക്കാം. അടുത്ത പോയിന്റ് നോക്കാം. ഒസിൻറ്റെക്സ് എന്ന നാവിക അഭ്യാസത്തിൽ 2021 ഒക്ടോബറിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. പേര് തന്നെ ക്ലിയർ ആണല്ലോ. ഒസിൻറ്റെക്സ് എന്ന് പറയുമ്പോൾ തന്നെ കണ്ടോ, ഓസ്ട്രേലിയ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, അങ്ങനെ ഓർക്കാം. പിന്നെ ആദ്യത്തെ ഫുട്ബോൾ രത്ന അവാർഡ് നേടിയത് സുനിൽ ഛേത്രിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ ഓഫീസ് ജീവിതം അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട പുസ്തകം ഏതാ? ലിസണിങ്, ലേണിംഗ് ആൻഡ് ലീഡിങ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ലിസൺ ചെയ്യുകയാണ്, അതിനുശേഷം നിങ്ങൾ പഠിക്കും, ലേൺ ചെയ്യും ആൻഡ് ലീഡ് ചെയ്യും, അതിനുശേഷം നിങ്ങൾ ലീഡ് ചെയ്യും. അത് തന്നെയാണ് പുസ്തകത്തിൻ്റെ പേര്. അങ്ങനെ ഓർക്കുക കേട്ടോ, ലിസണിങ്, ലേണിംഗ് ആൻഡ് ലീഡിങ്. അടുത്ത പോയിന്റ്, ജാതി സെൻസസ് നടത്താൻ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയുള്ള ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബീഹാറാണ്. അപ്പം ഭീകരമായിട്ടുള്ള ജാതി സ്പിരിറ്റ് ഒന്നും ഉണ്ടാവില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജാതി സെൻസസ് നടത്താൻ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയുള്ള ആദ്യ സംസ്ഥാനമാണ് ബീഹാർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രയൽ സെക്ഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെറുതെ ക്വസ്റ്റ്യൻസ് വായിച്ചു പോകുന്നതല്ല, നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ കോഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.